നമസ്കാരം, എല്ലാവർക്കും ഹിൽടോപ്പ് കിച്ചണിലേക്ക് സ്വാഗതം. ഷാപ്പിലൊക്കെ പോയി ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ശരിക്കും പുറത്തൊക്കെ പോയി കഴിക്കുക എന്നുള്ള ആർക്കും അത്ര ഒരു സേഫായിട്ട് തോന്നുന്നില്ല. അപ്പം ഷാപ്പിലൊക്കെ ചെയ്തിരുന്ന ഒരു ഏറ്റവും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് പോർക്ക് ഫ്രൈ. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് പോർക്ക് ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഒരു സവോള കനം കുറച്ചിങ്ങനെ അരിഞ്ഞെടുക്കാം. ഇഞ്ചി ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം. അടുത്തായിട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടെ എടുക്കാം. വെളുത്തുള്ളി നമുക്ക് അടർത്തിയെടുക്കാം. വെളുത്തുള്ളി നമുക്ക് ചതച്ചെടുക്കാം. കുറച്ച് ചെറിയുള്ളിയും കൂടെ എടുക്കാം കേട്ടോ. ചെറിയുള്ളിക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ചെറിയുള്ളി നമുക്ക് അങ്ങോട്ട് ചതച്ചെടുക്കാം. അപ്പോൾ ചെറിയുള്ളി നമ്മൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമ്മുടെ കാന്താരി മുളകും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. കാന്താരി മുളക് ലാസ്റ്റ് ചതയ്ക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, അറിയാമല്ലോ ഇത് കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പൊളിയായിരിക്കും. അപ്പോൾ ചതച്ചെടുത്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗ്രേവി പോലെയല്ല. ഇപ്പോൾ ഫ്രൈ അടിക്കുമ്പോൾ ഈ ചതച്ചിട്ടേക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടാവും, അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും. നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്ത് നേരത്തെ അരിഞ്ഞുകൊണ്ട് വന്നതാണ്. തേങ്ങാക്കൊത്തിട്ട് അറിയാലോ, ഏതെങ്കിലും ബീഫ് ഫ്രൈ ആണെങ്കിലും പോർക്കിലാണെങ്കിലും എന്തിനാണ് തേങ്ങാക്കൊത്ത് ചിക്കനിലാണെങ്കിലും ഇട്ട അടിപൊളിയാണ്. അപ്പം കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ എടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മുടെ ഏറ്റവും മെയിൻ ഐറ്റമാണ് പോർക്ക്. കണ്ടോ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സവോള, വെളുത്തുള്ളി, ഇഞ്ചി, നമ്മൾ ഈ അരിഞ്ഞു വെച്ച എല്ലാ സാധനങ്ങളും കൂടെ നമ്മൾ ഈ ചട്ടിക്കകത്തിട്ട് മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് നമ്മളൊന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. പോർക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ വേവിച്ചെടുത്താണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇതാണ് നമുക്കിനി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെള്ളം ഒഴിക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പോർക്കിൻ്റെ നെയ്യിൽ നിന്ന് തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ലേശം എണ്ണ വേണമെങ്കിൽ ഒഴിക്കാം, ഒരുപാട് ഓയിൽ വേണ്ട. അതിലേക്ക് അരിഞ്ഞ് വെച്ച നമ്മുടെ തേങ്ങാക്കൊത്ത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് ആയിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, നമ്മുടെ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഈ ചെറിയുള്ളി, നമ്മുടെ കാന്താരി മുളക്, സവോള ഇതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം ഒരുമിച്ച് കിട്ടാൽ മതി. എന്നിട്ട് ഉപ്പ്, കുറച്ച് ഉപ്പും അതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതിലൊന്ന് വഴറ്റി അങ്ങ് എടുക്കാം കേട്ടോ. ഈ ഒരു മീഡിയം റേഞ്ചിലാക്കിയിട്ട് നമുക്കിതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി കുറച്ച് മതി, ഒരുപാട് വേണ്ട. പിന്നെ അതുപോലെ നമ്മുടെ മസാലപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം. ഗരം മസാല കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ ഞാനിത് ഇത് മാത്രം ഇട്ട് റെഡിയാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ മീറ്റ് വേവിച്ചെടുത്തപ്പോൾ ഇതെല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ചേർത്ത് വേവിക്കുന്നതെന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഇതിൽ ഈ മസാലയിൽ ചേർത്ത് നമ്മളിത് കുറേ നേരം ഇട്ട് ഇങ്ങനെ വരട്ടി എടുക്കുന്ന സമയത്ത് ചിലപ്പം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലും ഭേദം നമ്മൾ ഇത് ഇപ്പോൾ കുക്കറിലാണെങ്കിൽ കുക്കറിൽ ഇട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് അതിനകത്തിട്ട് വേവിച്ചാൽ മതി. ഇപ്പോൾ കഴുകിയെടുത്ത മീറ്റ് അതുപോലെ വെള്ളമില്ലാണ്ട് നമ്മളിപ്പോൾ പിഴിഞ്ഞങ്ങ് എടുത്താൽ മതി. അതിനകത്ത് കൂടുതൽ വെള്ളം പിന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുത്താൽ സിമ്പിളാണ്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ നെയ്യ് തന്നെ ഇതിന് യൂസ് ചെയ്യാം. പോർക്കിനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ഒരുപാട് വഴറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഇത് അത്യാവശ്യം ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഇറച്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇറച്ചി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതുവരെ നമുക്ക് തീ കത്തിച്ച് ഇതിങ്ങനെ ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. നോക്കിയാൽ അറിയാം കേട്ടോ, ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു കളറൊക്കെ മാറി നല്ല രീതിയിൽ ഡ്രൈ ആയി. ഇപ്പം ഇതിനകത്ത് വേറെ അഡീഷണൽ ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ നെയ്യ് തന്നെ വന്ന് നന്നായിട്ട് ഇതിനകത്ത് നല്ല മൊരിഞ്ഞ രീതിയിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് സമയം വെച്ചിട്ട് അടുക്കി പിടിക്കാതെ ഇളക്കി എടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ പോർക്ക് ഫ്രൈ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, മൊത്തത്തിൽ അതിൻ്റെ കളറൊക്കെ അത്യാവശ്യം മാറി എല്ലാ രീതിയിലും നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട്. തേങ്ങാക്കൊത്തും എല്ലാം ഇതെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇതായി കേട്ടോ, നമ്മുടെ പോർക്ക് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് വാങ്ങിയേക്കാം. നമുക്ക് കുറച്ച് തേക്കല പറിക്കാം കേട്ടോ. നമ്മുടെ ഫ്രൈ
കറി ഇട്ട് കഴിക്കാനായിട്ട് നമ്മൾ വേറെ പ്ലേറ്റ് ഒന്നുമില്ല. സ്റ്റേക്കര കുറച്ചിട്ട് ഇതിലോട്ട് എടുക്കാം. അപ്പം നമ്മുടെ പോർക്ക് ഫ്രൈ ഒക്കെ ഷാപ്പിലെ പോർക്ക് ഫ്രൈ ആണ് നമ്മളിന്ന് ഉണ്ടാക്കിയത്. അപ്പം ഷാപ്പിലെ പോർക്ക് ഫ്രൈ ആയതുകൊണ്ട് നമുക്ക് കള്ളും കൂട്ടി പിടയ്ക്കാം. കള്ള് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. താഴെ പോണ്ട, പൊടിയുണ്ടല്ലോ. കള്ള് ചെത്തി ഇറക്കിയ കള്ളി പൊടി ഉണ്ടാവില്ലേ? പിന്നെ അല്ല. അപ്പോൾ കഴിക്കാം നമുക്ക്. നമ്മളിവിടെ കഴിക്കാൻ വേണ്ടി സീച്ചേട്ടനുണ്ട് കേട്ടോ. ഒരു ഹായ് പറഞ്ഞോട്ടോ സീച്ചേട്ടൻ. ഹായ്. ഇവരെയൊക്കെ നിർബന്ധിച്ച് പിടിച്ചിരുത്തിയാണ് കഴിക്കാൻ. ഇപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് അഭിപ്രായം സത്യസന്ധമായിട്ട് പറയണം കേട്ടോ. ഞാൻ പറഞ്ഞു പഠിപ്പിച്ച പോലെ പറയരുത്. കഴിച്ചോ, എടുത്ത് കഴിച്ചോ. എന്താണ് എടുത്ത് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞോ. നമുക്ക് ഒരു പീസ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം. എന്നോടല്ല, അവിടെ ക്യാമറ പറയാൻ പാടില്ല. എന്താണ് തീച്ചാണ് കഴിച്ചിട്ട് എന്താ തോന്നുന്നത്? മസാല എല്ലാം കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് എരിവും എല്ലാം കറക്റ്റാണ്. അടിപൊളിയായിട്ടുണ്ടോ? സൂപ്പർ സൂപ്പർ. പോർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കുറച്ച് നെയ്യൊക്കെ വേണം. ഒരു പോർക്കിൻ്റെ പീസും ഉണ്ടോ, തേങ്ങ കൊത്തും കറിവേപ്പില എല്ലാം കൂടെ എടുത്തിട്ട് അങ്ങനൊരു പൊളിയാണ് കേട്ടോ, പൊളി. അപ്പം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് സിമ്പിളായി ട്രൈ ആവുന്നുള്ളൂ. നമ്മൾ ഈ മസാലയൊക്കെ ഇട്ട് ഒരുപാട് പണിയൊന്നുമില്ല. ആദ്യം വേവിച്ചെടുക്കുമ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഫ്രൈ അടിച്ചാൽ മതി. വേറെ അധികം ഇതൊന്നും വേണ്ട, അലങ്കാരങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുകയല്ലേ. കഴിച്ചാൽ മടിയൊന്നും വിചാരിക്കണ്ട, നമ്മുടെ ആൾക്കാരാണ്. അപ്പോൾ ചിയേഴ്സ്. കണ്ണും അടച്ച് പിടിച്ചോളാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. കഞ്ഞിവെള്ളമാണ് കേട്ടോ. നമ്മളൊരു ആംബിയൻസ് കറക്റ്റാക്കാൻ വേണ്ടി കഞ്ഞിവെള്ളമാണ് ഒഴിച്ച് വെച്ചത്. ഉപ്പ് ഇട്ട് കുറച്ച് കുറഞ്ഞു പോയി. എന്താണെങ്കിലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതിലും മനോഹരമായിട്ടുള്ള അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. ഞാൻ ഇങ്ങനെ കഴിക്കുന്ന ഷോട്ട് എടുത്ത് സാധനം കഴിയുള്ളൂ കേട്ടോ. നിനക്ക് വേണമെന്ന് കഴിച്ചു.